രാവിലെ മുതൽ എല്ലാവരുടെയും സ്റ്റാറ്റസിലും റീൽസിലൊക്കെ പുള്ളിയുടെ കാണുകയുണ്ടായി. അപ്പൊ ഞാനിതെന്താ കാര്യം അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എഴുതിയത്. പുള്ളി ഒരു പ്രൈവറ്റ് ബസ്സിന്റെ കണ്ടക്ടറാണ്. പുള്ളി ഒത്തിരി നാളത്തെ പ്രണയത്തിന് ശേഷം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയുണ്ടായി. അതിലൊരു ആൺകുട്ടിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഗൾഫിലോട്ട് ജോലി കിട്ടി പോവുകയുണ്ടായി. അങ്ങനെ ഒരു 7 വർഷം കഴിഞ്ഞ് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് പുള്ളി അറിയുന്നത് പുള്ളിക്കാരന്റെ വൈഫ് അവിടെ വേറെ ആളുമായി ഡിപ്പെൻഡാണ്, അവരൊന്നിച്ചാണ് താമസിക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ നാട്ടിലെ ഈ പുള്ളി വളർത്തിക്കൊണ്ട് 8 വർഷമായിട്ട് പുള്ളി വളർത്തിക്കൊണ്ട് വന്ന ആ കുഞ്ഞിനെ നിയമസഹായം തേടി പുള്ളിക്കാരി തിരിച്ച് ഗൾഫിലോട്ട് കൊണ്ടുപോയി. അപ്പോ 2 വേദനകളാണ് പുള്ളിക്ക് കിട്ടിയത്. ഒന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ച തന്റെ ഭാര്യ തന്നെ ചതിച്ചു ഇട്ടിട്ട് പോയി. ഓരോരുത്തരെ പുള്ളിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതായത് പുള്ളിക്കാരന്റെ മകനെ 8 വർഷം തന്നോടൊപ്പം ചേർത്ത് വളർത്തിയ മകനെ നിയമത്തിന്റെ സഹായത്തോടു കൂടി തന്റെ ഭാര്യ എന്നേക്കുമായിട്ട് കൊണ്ടുപോയി. അത് കൊണ്ടുപോയതോ തന്നെ ചതിച്ച ഒരാളാണ് തന്റെ ഭാര്യ. കൂടെ തനിക്ക് ആരെന്ന് പോലും അറിഞ്ഞൂടാത്ത ഒരാളാണ് ഈ തന്റെ കുഞ്ഞിനെ വളർത്താൻ പോകുന്നത്. മനസ്സിലായില്ല. അപ്പൊ ആ നിയമത്തിന്റെ സപ്പോർട്ട് കൂടി പോയപ്പോൾ പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥ എത്തിയപ്പോൾ പുള്ളി സ്വന്തമായിട്ട് തന്നെ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. ശരിക്കും കേട്ടിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു. എന്താല്ലേ നമ്മുടെ നിയമം ഒക്കെ ശരിയാണ്, പക്ഷേ പുള്ളിയുടെ വേദന ആരും മനസ്സിലാക്കാതെ പോയല്ലോ. ഈ ഭാര്യ എന്ന് പറയുന്ന പുന്നാര മോളോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നീ ഇങ്ങേരെ സ്നേഹിച്ചു തന്നെയല്ലേ കല്യാണം കഴിച്ചത്? അല്ലാണ്ട് വീട്ടുകാര് കൊണ്ടുവന്ന് ആ മോളെ നീ ഇവനെ തന്നെ കെട്ടിയാ മതി എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കെട്ടിച്ചതൊന്നും അല്ലല്ലോ. നീ പോയതോ പോയി. ആ പോയതിന്റെ കൂട്ട് ആ കുഞ്ഞിനെയും കൂടെ എന്തിനാ കൊണ്ടുപോയി? നീ പോയ സങ്കടം അങ്ങേര് എന്തോ പറയാ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്നത് ഈ കുഞ്ഞിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും ആ വ്യക്തി ജീവിച്ചുകൊണ്ടിരുന്നത്. അതും കൂടെ കണ്ടപ്പോ നിനക്ക് സഹിച്ചില്ലേ? ഞാൻ എന്തായാലും വേറെ ലൈഫ് കണ്ടുപിടിച്ചത്, ഞാൻ ഇവിടെ സന്തോഷമാണ്. അതുകൊണ്ട് അയാൾ ഇനിയിപ്പം എങ്ങനെ ജീവിച്ചാലും ചത്താലും മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങയുടെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ കുഞ്ഞിനും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കോടതി പോയിട്ട് കേസ് വലിച്ചു കൊണ്ടുപോയതാണോ? പിന്നെ നമ്മുടെ നിയമത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ഇവരുടെ ഇടയിലെ യഥാർത്ഥ പ്രശ്നം എന്ന് അറിഞ്ഞായിരുന്നോ? ഇവര് ഡിവോഴ്സ് ആവുകയോ വാട്ടെവർ, അതെന്ത് തേങ്ങ ആയിക്കോട്ടെ, പക്ഷേ വേറൊരുത്തനുമായിട്ട് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിലോട്ട് കുഞ്ഞിനെ വെച്ചു കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? നാളെ ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കോടതി എന്തോ ചെയ്യും? നമ്മൾ അങ്ങനെ ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. അമ്മയുടെ കാമുകൻ കൊച്ചിനെ കൊല്ലുന്നതും കൊച്ചിനെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും ഒരുപാട് കേസുകൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കാമായിരുന്നു. പൊതുവെ എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നിയമം എന്ന് പറയുന്നത് ആൾക്കാരെ സംരക്ഷിക്കാനുള്ള സാധനമാണ്. ഇവിടത്തെ നിയമം കണ്ടിട്ട് എനിക്ക് ഇവിടത്തെ നിയമത്തിൽ വിശ്വാസമില്ല. ഇത് ഞാൻ അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു. കാരണം എന്താണെന്നറിയോ? ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ. നമ്മളെ വിശ്വസിച്ച ഒരു നിയമത്തിന്റെ അടുത്ത് പോയിട്ട് അത് നമുക്ക് തരുന്നത് തിരിച്ചടിയാണെങ്കിൽ പിന്നെ എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ ഈ കുഞ്ഞിനെ അമ്മയുടെ കൂടെ വിട്ടേര് എന്ന് പറഞ്ഞതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇപ്പൊ ഇവിടെ ഒരു ആത്മഹത്യ നടന്നേക്കുന്നത്, അല്ലേ? ആർക്ക് പോയി? ആ കുഞ്ഞിന് പോയി. ആ കുഞ്ഞിന് അതിന്റെ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടു. ആ വ്യക്തിയുടെ വീട്ടുകാർക്ക് പോയി. ആ വീട്ടുകാർക്ക് അവരുടെ മോനെ നഷ്ടപ്പെട്ടു. അല്ലാണ്ട് ഈ ഭാര്യ എന്ന് പറയുന്ന പഴച്ച മോൾക്ക് എന്തേലും ഇവിടെ നഷ്ടപ്പെട്ടോ? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവൾക്ക് വേറെ ജീവിതമുണ്ട്, കൊച്ചിനെയും കിട്ടി. ഇനി എന്തുവാ കിട്ടണ്ടേ? ഇവളെയൊക്കെ കൊലപാതക കുറ്റത്തിന് പിടിച്ച് അകത്തിടണം. അതാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ വ്യക്തിയുടെ മാത്രല്ല, ഈ ഭാര്യ എന്ന് പറയുന്ന ആ മോളുടെ ഫോട്ടോ കൂടെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യും. കാരണം എന്താണെന്നറിയാം? ഇവളുടെയൊക്കെ ഫോട്ടോ നാട്ടുകാരെ കാണണം. അല്ലാണ്ട് ഇവളുടെ ഫോട്ടോ മറച്ചു വെച്ചിട്ട് ആ വ്യക്തിയുടെ ഫോട്ടോ മാത്രം ഇടരുത്. ഇതുപോലെയുള്ളവന്മാരുടെയൊക്കെ ഫോട്ടോയാണ് ആദ്യം കൊണ്ടിടേണ്ടത്. ആ മനുഷ്യന്റെ അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടുകാർക്ക് മകനെ വിട്ടുകിട്ടാൻ കോടതിയിൽ പോയിട്ട് നോട്ടീസ് മേടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഒന്നും ഫോട്ടോ പബ്ലിഷ് ചെയ്യാതിരിക്കരുത്. എന്റെ കാര്യം എന്തായാലും ഞാൻ പബ്ലിഷ് ചെയ്യും, അത് വേറെ കാര്യം. എനിക്ക് ഒരു സെന്റിമെന്റ്സും കോപ്പം ഇതുപോലുള്ളതുകൊണ്ടൊന്നും തോന്നാനില്ല. അതുകൊണ്ടാ ആദ്യം അതാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഒരു തൊലിഞ്ഞ നിയമമുണ്ട്, എന്താണെന്നറിയോ? കൊച്ചിന് പ്രായപൂർത്തി ആയിട്ടില്ലേ, അത് അമ്മയുടെ കൂടെ പോയി ജീവിച്ചാ മതി. അപ്പൊ അച്ഛന്മാരെന്തോന്ന് ആകാശത്തുനിന്ന് പൊട്ടി മുളച്ചുണ്ടായതാണോ? രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ഉണ്ടായത് തന്നെയല്ലേ ഈ കൊച്ച് എന്ന് പറയുന്നത്. എനിക്ക് ആ നിയമമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ കൊച്ചു പോയിട്ട് അമ്മയുടെ കൂടെ നിന്നോ?
പ്രായപൂർത്തിയായതിനു ശേഷം ആ കൊച്ചു എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കട്ടെ. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസം അച്ഛനൊരു വിസിറ്റിങ്ങും തീർന്നു. ഇതാണ് നമ്മുടെ കോടതിയുടെ നിയമം. ഇതാണ് ആദ്യം മാറേണ്ടത്. ഈ കൊച്ചിന് അമ്മ മാത്രല്ല അച്ഛനും കൂടെ ഉണ്ട്. ഇവളെയൊക്കെ വലിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുക. അതും അല്ലെങ്കിൽ ഈ ഗൾഫിൽ പോയി ഉണ്ടാക്കുന്നില്ലേ അത് നിർത്താക്കാനുള്ള എന്തേലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യും. പണ്ടാരടങ്ങി പോട്ടെ. 1-2 വർഷമല്ല 8 വർഷമായിട്ട് ആ കൊച്ചിന്റെ അച്ഛനും വീട്ടുകാരാ നോക്കുന്നത്. എന്നിട്ടാണ് ഈ മോള് വന്നിട്ട് ഇപ്പം കൊച്ചിനെയും കൊണ്ട് പോയേക്കുന്നേ. ഈ മനുഷ്യൻ വിഷം എങ്ങാണ്ട് കഴിച്ചിട്ട് കുറെ നാള് ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷമാണ് മരിച്ചത്. എന്നിട്ട് അന്ത്യകർമ്മം കൊടുക്കാൻ വേണ്ടിട്ട് കുട്ടിയെ വിട്ടുകൊടുക്കത്തില്ല. എന്ത് മനസ്സാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇവളെയൊക്കെ കൈ എങ്ങാനും കിട്ടണമായിരുന്നു. മുമ്പ് എന്തോ ഒരു പ്രശ്നത്തിന് കുറെ പുരുഷാവകാശ കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. എവിടെ കമ്മീഷനൊക്കെ ആവിയായി പോയോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോ? നമുക്ക് പിന്നെ പുരുഷാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് ബസ്സിൽ കയറി അവിടെ ഒക്കെ പിടിച്ചു കഴിഞ്ഞാലല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടാൻ പറ്റത്തില്ലല്ലോ. ഞാനത് മറന്നുപോയി. ശരി, എന്നാ ഒന്നും പറയാനില്ല. ഇവിടത്തെ നിയമവും കണക്കാണ്, ഇവിടത്തെ കമ്മീഷനും കണക്കാണ്. എല്ലാം തൊലിഞ്ഞ ഒരു സാധനം. അത്രേ ഉള്ളൂ. ശരി എന്നാ.